വയനാട് ജില്ലാ ആശുപത്രിയുടെ പേരുമാറ്റി മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് സ്ഥാപിച്ചതല്ലാതെ വയനാട്ടിലെ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടിട്ടില്ലെന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ പോളിന്റെ മരണം തെളിയിച്ചിരിക്കുകയാണ്. ജില്ലയ്ക്ക് സ്വന്തമായി മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടേക്ക് ചുരമിറങ്ങേണ്ട ഗതികേടിലാണ് ഇന്നും വയനാട്ടുകാർ. വയനാട്ടിലെ ചികിത്സാ സംവിധാനങ്ങളുടെ പോരായ്മ മൂലം നൂറുകണക്കിന് പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് പോളിന്റേത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പോളിന് വിദഗ്ധ ചികിത്സ നൽകാൻ വയനാട്ടിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ സാധിച്ചില്ല. ഒന്നാം പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയത്. 2 വർഷമാകാറായെങ്കിലും പേരിൽ മാത്രമാണ് ഈ മാറ്റമുണ്ടായതെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ആധുനിക ചികിത്സാ സംവിധാനങ്ങളൊന്നുമില്ല, വിദഗ്ധ ഡോക്ടർമാരില്ല. മുൻപ് ജില്ലാ ആശുപത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കിടക്കാ സൗകര്യം തന്നെയാണ് നിലവിലുമുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഗുരുതരാവസ്ഥയിലാവുന്ന രോഗികളെ ആംബുലൻസിൽ കിടത്തി ചുരവുമിറങ്ങി കിലോമീറ്റർ താണ്ടി കോഴിക്കോട്ടേക്ക് എത്തിക്കേണ്ടി വരുന്നത്. ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്ര നേരം എന്റെ പപ്പ ജീവിച്ചില്ലേ, 2 മണി വരെ ഉണ്ട്. അപ്പൊ കുറച്ച് ട്രീറ്റ്മെന്റ് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ മരിക്കുവോ? ഇല്ലല്ലോ. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേരത്തെ അവിടെ നിന്ന് മാറ്റണം. ട്രീറ്റ്മെന്റ് കിട്ടാത്തതിന്റെ കുറവാന്നേ ഞാൻ പറയത്തുള്ളൂ. എന്റെ ഒരു അറിവിൽ ഒരു ആന ചവിട്ടി അപ്പൊ തന്നെ ഒരാൾ മരിക്കും. അപ്പം മരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്തിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അത് നോക്കണമായിരുന്നു. ഒരു ആനേനെയൊക്കെ രക്ഷപ്പെടുത്താൻ വലിയ കഴിവുണ്ടല്ലോ, ഒരു മനുഷ്യനെ ആർക്കും രക്ഷപ്പെടുത്താനുള്ള കഴിവില്ലേ? മതിയായ ചികിത്സ വയനാട്ടിൽ വെച്ച് തന്നെ കൊടുത്തിരുന്നുവെങ്കിൽ എനിക്ക് പപ്പയെ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പോളിന്റെ മകൾ സോന പറഞ്ഞത് ആരോഗ്യമന്ത്രി കൂടി കേൾക്കണം. അമൃത ന്യൂസ്, വയനാട്.